ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നൂറ് ഉറങ്ങുകയാണ് കേട്ടോ. അവൾ വിളിക്കണം, ഒരു ഹോസ്പിറ്റലൊക്കെ പോയി വന്നാണ്. ഹോസ്പിറ്റലിലെ മാറ്റർ എന്താണ് അത് കാര്യങ്ങൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇഫ് യു ഗൈസ് വാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി കരുതിയിരിക്കുന്നത് വയനാട്ടിലോട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഭയങ്കര മോശം സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എഫക്റ്റഡ് ആവാത്ത നിലക്കും അതുകൊണ്ട് മാത്രമല്ല മനുഷ്യരാണ്. അപ്പോൾ നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാം എന്ത് പറഞ്ഞാലും അത് തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ്. നമ്മൾ ക്യാഷായിട്ടല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങി വൈറ്റിലയിൽ കളക്ഷൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റില എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് വാങ്ങിക്കോളാമെന്നാണ് പറഞ്ഞത്. കിക്ക് ഉണ്ടല്ലോ, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റി, അപ്പോൾ അവരുടെ ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും എറണാകുളത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ എന്താണ് കൊടുക്കണമെങ്കിൽ അവരിലൂടെ കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്കറിയാവുന്ന ക്യാമ്പുകൾ ഓപ്പണായിട്ട് കളക്ഷൻ പോയിൻ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുക്കാം കേട്ടോ. ഞങ്ങൾ നമ്മുടെ സ്പോർട്സ് സെൻറ്റർ കടവന്ത്രയിൽ ഓപ്പൺ ആയിരുന്നു. പക്ഷേ അവിടെ ചോദിച്ചപ്പോഴേക്കും അവിടെ അന്ന് ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടി എടുക്കും വയനാട്ടിലോട്ട്. അപ്പോൾ അതിന് ശേഷം ഇനി ആവശ്യാനുസരണമേ അവർ കളക്ട് ചെയ്യുള്ളൂ എന്നുള്ളതിലാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ കിക്കിൻ്റെ ഇതിൽ കണ്ടു. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് അവരിൽ വിളിച്ചപ്പോൾ അവർ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനി വേറെ വിളിക്കാൻ നിൽക്കണ്ട, അവരിൽ തന്നെ കൊടുത്തേക്കാം, നമുക്ക് സാധനം എത്തിയാൽ മതിയല്ലോ ആൾക്കാരിലോട്ട് വയനാട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ അവരെ ഏൽപ്പിക്കാൻ എഴുതിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യണത്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാൻ എഴുതിയിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. ഇനിയിപ്പോൾ നൂറിനെ എണീപ്പിക്കണം, എന്നിട്ട് നേരെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പം നമുക്ക് എന്നപ്പോൾ ഫുള്ള് ആ ഒരു വ്ളോഗാണ്. അപ്പം നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയില്ല. ഇപ്പോൾ പ്രേ അല്ല, പേ ഫോർ വയനാട് എന്നുള്ളതിലാണ് വരുന്നത്. പേ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട്, സാധനങ്ങളായിട്ടാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഇറങ്ങി ചെയ്യുക നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക്. അങ്ങനെ നമ്മൾ പാത്തുമ്മ എണീച്ചിട്ടുണ്ട്. നല്ല കാല് കണ്ടോ, ഇതാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെയ്തത്. ഓക്കെ, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലേ, അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തിനാ പോകുന്നത്? അതെ, അപ്പം ഇവള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. വയനാട്ടില് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യാൻ പോകും, നമുക്ക് പറ്റുന്ന രീതിക്ക് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്. കണ്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത്, ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ തോന്നുന്നത് കുറെ പേര് ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഇത്ര ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്, നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. സത്യമാണ്, അത് സത്യമാണ്. കാരണം നമ്മൾ തുറന്നാല് ഒന്നേലും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് എന്ത് തുറന്നാലും അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പോവാം. നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഡ്രസ്സ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് വന്നേക്കുന്നത്. അതും നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ്, ഇന്നർ വെയർസിനാണ് കുറച്ചും കൂടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു, അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഇന്നർ വെയർസ് ഇല്ലാതെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്രാ വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പാൻറ്റി വേണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ എല്ലാവരും ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമായിരിക്കുമല്ലോ, ഒബ്വിയസ്ലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ വാങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുണ്ട്, നൈറ്റി, ബ്രാ, പാൻറ്റി, പിന്നെ ചെറിയ മക്കൾക്ക് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. ഇപ്പം എനിക്കൊരു അനിയത്തിയുണ്ട്, ഇവക്ക് ഏറ്റവും താഴെ ഒരു അനിയനുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ പ്രായമുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവർ വളർന്നു വന്ന് കണ്ടേക്കണതാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിലോ അല്ല എന്തായാലും ഉണ്ട്. നമ്മൾ കുറേ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, രക്ഷിക്കുന്ന ഇതിൽ കുറേ മക്കൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്, പാസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മക്കൾക്ക് ഇടാൻ പാകത്തിനും അത് എന്താ പറയുക, ഈ ക്ലൈമറ്റിനൊക്കെ പറ്റിയ രീതിക്ക് ഈസി ആയിട്ട് ഇടാൻ പാകത്തിനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾ കുറച്ച് തോർത്ത് വാങ്ങി, പിന്നെ മക്കൾക്കുള്ള ട്രൗസർ, പിന്നെ 2 പീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മൾ മെയിനായിട്ട് ബ്രാ വാങ്ങിയിട്ടുണ്ട്, ചെറിയ മക്കൾക്ക് ഇടാൻ പറ്റുന്ന സ്പോർട്സ് ബ്രാ വാങ്ങിയിട്ടുണ്ട്, അല്ലാത്തവർക്ക് ഇടാൻ പറ്റുന്ന ബ്രാ പല സൈസിലുള്ളത് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റീസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തത്. നമ്മളൊരൊറ്റ കടയിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ എടുത്തേക്കുന്നത്. അവരാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നത് കണ്ടില്ലേ. ഫുള്ള് അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് ഈ 2 ബാസ്ക്കറ്റിൽ നമ്മൾ വെച്ചേക്കുന്നത്.
ഞങ്ങളിത് രാത്രിയാണ് ട്ടോ വാങ്ങാൻ ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങാൻ ഇറങ്ങിയത്. ഇന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷേ രാത്രി തന്നെ നമ്മൾ വിളിച്ചായിരുന്നു. ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച നമ്പർ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ വൈറ്റിലയിലോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വൈറ്റിലയിൽ ആ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് വാങ്ങിയപ്പോൾ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തത് കേട്ടോ. ഇവർ നമ്മൾ വയനാടോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവരത് നല്ലോണം പാക്കൊക്കെ ചെയ്ത് തന്നിട്ടോ, നല്ല വൃത്തിക്ക്. അപ്പോൾ നമുക്കത് ഓവർ ഇങ്ങനെ കവർ തൂക്കി പിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ഈസി ആയിരുന്നു കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മൾ ഓട്ടോയിലാണ് പോയതും. അപ്പോൾ ഇതൊക്കെ അവർ തന്നെ നല്ലോണം നല്ല വൃത്തിക്ക് തന്നെ പാക്ക് ചെയ്ത് തന്നു. പിന്നെ നൈറ്റുകൾ കവറിലാണ് കേട്ടോ ഇട്ട് തന്നത്. കാരണം അതിന് അതങ്ങനെ കൊടുത്താൽ മതി എന്ന് കരുതി. കാരണം ഇനി അവിടെ ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, കളക്ഷൻ പോയിന്റ് നിന്ന് അവരെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അവരാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മൾ കയ്യിലാണ് കേട്ടോ കൊണ്ടുപോയത്. നമ്മൾ വീഡിയോസിൽ കണ്ടിരുന്ന ഒരു കുട്ടി കളക്ഷൻ പോയിന്റിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് 2 ബിസ്ക്കറ്റിൻ്റെ വലിയ പാക്കറ്റൊക്കെ കൊടുത്ത് വിട്ടെന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ കാണാൻ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളിത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ തോന്നണം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നണം. ചെറിയൊരു സാധനമാണെങ്കിലും നമ്മളാലാവുന്നത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ നടിമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത്ര ലക്ഷം രൂപ സംഭാവന ചെയ്തെന്ന് നേരത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു 10 തോർത്ത് അല്ലെങ്കിൽ ഒരു 5 തോർത്ത് വാങ്ങിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 2 പുതപ്പ് വാങ്ങിക്കൊടുക്കുന്നത് അത് കുറവാണെന്ന് കരുതിയിട്ട് ആരും ബാക്കോട്ട് നിൽക്കരുത്. നമ്മളെല്ലാം ആവുന്നത് നമ്മളെന്തായാലും ചെയ്യുക കേട്ടോ. പിന്നെ ആരും യൂസ് ചെയ്ത സാധനങ്ങൾ കൊടുക്കാണ്ടിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. നമ്മൾ യൂസ് ചെയ്യാത്തത് മറ്റുള്ളവർക്ക് ഒരിക്കലും യൂസ് ആവില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ.